ഹലോ, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിതൊരു ബിസ്ക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു 6 നമ്പർ അച്ചപ്പം അതേമാതിരിയൊക്കെ ഒരു കറുമുറ എന്ന് പറഞ്ഞ് കടിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ആ തേങ്ങയിൽ ഗോതമ്പ് പൊടി കുറച്ച് കുതിർന്ന് കിട്ടണ മാതിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കറക്കിയിട്ടെടുക്കട്ടോ. പൾസ് ബട്ടൺ ആയാലും ഒരു 5-6 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതിന് തന്നെ നല്ലോണം മിക്സായിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കറുമുറാച്ചിട്ട് കഴിക്കാനും കഴിയും കേട്ടോ. മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം. പിന്നെ അതാ ഞാൻ അതിന് ഒരു പകുതി ഇങ്ങോട്ട് മാറ്റി വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ച് പൊടിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാവ് അതിൽ തന്നെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നല്ലോണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ആ പൊടിച്ചെടുത്തിട്ടുള്ള മാവും കൂടി ബാക്കി മാവിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂൺ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മാവും തേങ്ങയും നെയ്യും ഒക്കെ കൂടി ഒന്ന് നമ്മളെ കയ്യേറ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഓപ്ഷനിലാണ്. നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ കൈ കൊണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് എടുക്കണം കേട്ടോ. ആ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് എത്രമാതിരി ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് എടുക്കണം. പിന്നെ നമുക്ക് ഇതിൽ വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിക്കാണ്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ. നമുക്കിത് ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ തന്നെയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ പൂരിയൊക്കെ പൊരിക്കാൻ നമ്മൾ മാവ് കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിലൊക്കെ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എള്ളിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ടീസ്പൂണും കറുത്ത എള്ളും 1 ടീസ്പൂണ് വെളുത്ത എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനും ഇത് പൊരിച്ച് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിൻ്റെ മേലെ ഇങ്ങനെ ഈ കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടി നിൽക്കുന്നത് കാണാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ വെളുത്ത എള്ള് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഏത് എള്ളാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമുക്ക് തേങ്ങയിൽ നിന്ന് കിട്ടണ ഒരു വെള്ളം ഉണ്ടാവും, ഊറി വരുന്ന വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 1 കപ്പ് പൊടി മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇതാ ഞാനത് 3 ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മളിത് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഡയമണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, സ്ക്വയറായിട്ട് എടുക്കുക. ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണത് കേട്ടോ. ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാലും കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ഇട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്ട് എടുക്കുന്നത് കേട്ടോ. ഒരു സ്റ്റീൽ ഗ്ലാസ് വക്കുള്ള ഗ്ലാസ് ഇട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ ഇത് വേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിലും ഭാവത്തിലൊക്കെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കട്ടോ. നിങ്ങളെല്ലാവർക്കും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. കൂടെ ബെൽ ബട്ടണും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും അതേപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. ഇത് നമ്മൾ അട്ടിക്കട്ടി കിട്ടുന്ന വെച്ചിട്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നമുക്കതിങ്ങനെ മേലൊക്കെ ഇട്ട് കൊടുക്കുക. പൊടി തൂവാതെ പരത്തിയെടുക്കണം. പൊടി തൂവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് നെയ്യിട്ട് കൊടുത്തിട്ടാണ് കുഴച്ചെടുത്തിക്കണത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പലകമ്മൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇതേമാതിരി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴിഞ്ഞ് കിട്ടും. പിന്നെ ആ ബാക്കിയുള്ളത് കളയൊന്നും വേണ്ട. അത് പിന്നെ നമുക്ക് ഇതേമാതിരി ബോളാക്കി എടുത്തുകൊണ്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ.
നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിന് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്കൊരു ബിസ്ക്കറ്റ് പോലെ കഴിക്കാനാണ് തോന്നൽ. അതേമാതിരി തന്നെ കേട്ടോ നമുക്ക് കിട്ടലും. ഒരുപാട് പൊള്ളച്ച് വരുമൊന്നുമില്ല. പിന്നെ ഇത്തിരി ഒരു കട്ടിയോട് കൂടിയിട്ട് തന്നെയല്ലേ നമ്മൾ പരത്തി. നമുക്കിതിങ്ങനെ നല്ലോണം പൊള്ളിച്ച് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ബേക്കിംഗ് സോഡ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പക്കാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പൂരിമാതിരി പൊള്ളിച്ച് വരും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ പൊള്ളിച്ച് വരാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ പഞ്ചസാര ഇട്ട് കൊടുത്തില്ല, അതിന് പകരം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എരിവുള്ള പലഹാരമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇതേമാതിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ച് കോരണം. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിം ആക്കിയിട്ട് എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട അതിന്. ഏതായാലും നമുക്ക് മാവാണ്, അതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു ടൈം വേണം. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമൊക്കെ വെച്ചിട്ട് ആക്കിയെടുത്താൽ മതി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരുപാട് പൊള്ളിച്ച് വരുമൊന്നുമില്ല. നമ്മളിങ്ങനെ പൊള്ളിച്ച് പപ്പടം പോലെ ആവുമെന്നൊന്നും പ്രതീക്ഷിക്കണം കേട്ടത്. അതുമായിട്ട് സ്നാക്സ് അല്ല. ഞങ്ങൾക്ക് അങ്ങനെ പൊള്ളിച്ച് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അത് പൊള്ളിച്ച് വരും കേട്ടോ. അപ്പോൾ ഇതേ ഒരു കളറായി വരുമ്പോൾ നമുക്കിതിങ്ങനെ തോന്നും കണ്ടാൽ ഒരു പരിപ്പ് വടൻ്റെ ഒക്കെ മോഡലായിട്ട് വരും. ഒരുപാട് എണ്ണ കുടിക്കാത്തൊന്നുമില്ല കേട്ടോ ഇത്. അപ്പോൾ ഇതേമാതിരി ആയി വരുമ്പോൾ നമുക്കിതെല്ലതും കോരിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല കറുമുറാച്ചിട്ട് ക്രിസ്പി ആയിട്ട് കഴിക്കാം. ഇത് നമ്മൾ എത്ര വെച്ചിട്ടുണ്ടെന്ന് കേട് വരുത്തില്ല കേട്ടോ. ഒരു കുപ്പിയിലോ ബോക്സിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളിത് കേടാവാതെ ഇരിക്കും ചെയ്യും. എള്ളൊക്കെ മക്കളെ വയറ്റിക്കും ഒക്കെ ചെല്ലണത്, ശരീരത്തൊക്കെ ചെല്ലണത് നല്ലതാണ്. അപ്പോൾ ഇതേമാതിരി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എള്ളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ മക്കൾക്കും ഒരുപാട് ഇഷ്ടമാവും, ശരീരത്തിനും നല്ലതാണ്. പിന്നെ ഒരുപാട് മധുരമൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ, നേരിയ മധുരത്തിലല്ലേ നമ്മളത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ എല്ലാതും ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോൾ കുമിളിച്ച് വരും. ഇതാ ഞാനിപ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു കേട്ടോ. നല്ല ക്രിസ്പിയാണ്. പൊട്ടിക്കുമ്പോൾ തന്നെ ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇതേപോലത്തെ പുതിയ സ്നാക്സായിട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങളായിട്ട് വീണ്ടും വരുന്നുണ്ട്. നമ്മളെ ചാനലിൽ ഒരുപാട് എന്താ പറയുക വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.